ഒരെണ്ണ ഇതെന്താണ് പ്രസവിച്ച പയ്യാണ്? പ്രസവിച്ച പയ്യ രണ്ടാം പേര് 4 പല്ല്. ഓ 4 കൊല്ലായിട്ടുള്ളൂ അല്ലേ? 4 പല്ലായിട്ടുള്ളൂ. നല്ല ഹൈറ്റ്. ചിന്താമണി കുട്ടിയാണ്. ഓക്കെ ഓക്കെ. നല്ല മെഡിസെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ? കുട്ടി പശുക്കുട്ടി. ഇതാണ് കുട്ടി അല്ലേ? പശുക്കുട്ടിയാണ്. പശുക്കുട്ടിയാണ്. ഇത് എത്ര ദിവസമായി പ്രസവിച്ചിട്ട്? ഇന്നലെ പ്രസവിച്ചത്. ഇന്നലെ പ്രസവിച്ചാണ്. ഇത് നമ്മുടെ വീട്ടിലാണ് അല്ലേ ഉള്ളത്? ഇത് ഇവിടെയൊക്കെ നാട്ടിൽ നിന്ന പശു. ഇതാ 4 പല്ലെന്ന് മൊത്തത്തിൽ മുട്ടയായിട്ട് പറഞ്ഞാൽ മതിയല്ലോ. കാണണല്ലോ. ഇത് കാണിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ. ഇത് ചിലവർ കാണിച്ചു കൊടുക്കില്ല. അതെ അതെ അതെ. മൊത്തത്തില് 4 പല്ല് 2 പല്ല് പറയും. ശരി ശരി ശരി. ഇത് നല്ല ബ്രീഡുള്ള ഒരു പശുവാണ് അല്ലേ? വെള്ള കൊമ്പ്, വെള്ള കാമ്പ്, കുളമ്പ് ഒക്കെ വെള്ളയാണ്. അപ്പോ ഇത് നമ്മുടെ നാട്ടില് വളർന്നത് കൃഷ്ണ. ഞാന് ചിന്താമണി കുട്ടി കുടുംബശ്രീ പെണ്ണുങ്ങൾക്ക് കൊടുത്തതാണ്. ഓ വളർത്താൻ കൊടുത്തിട്ട് ഫസ്റ്റ് ഈറ്റ് കറന്നു. സെക്കൻഡ് ഡെലിവറി ആകുമ്പോ എനിക്ക് അവര് തരും. അതാണ് സെക്കൻഡ്. ഇതാ വലുപ്പത്തിലുണ്ട് പക്ഷെ ആർക്കും പെരുമാറാൻ ആർക്കും പെരുമാറാൻ പറ്റും. ചവിട്ടലൊന്നും ഇല്ല. ചവിട്ടൽ ഇതാ തൊഴിക്കലോ കിഴിക്കലോ ഒന്നുമില്ല. ലാത്തി ചാർജ് ഒന്നുമില്ല. അപ്പൊ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പെരുമാറാൻ പറ്റും. ആർക്കും. എന്റെ വീട്ടിൽ എന്റെ ഭാര്യയാണ് കൊണ്ട് നടക്കുക. ഇത് റെഡ് സിന്ധ്. അത് റെഡ് സിന്ധി. അത് നമുക്ക് ഏകദേശം എത്ര പാല് കിട്ടും? അതൊരു 18 ലിറ്റർ കിട്ടും. 18 ലിറ്റർ ഒരു ദിവസം കിട്ടും. 2 നേരം കൂടെ അല്ലെ? 2 നേരം. പാല് നല്ല കട്ടിയാണ്. അത് എന്താണ്, ചെനയാണോ എങ്ങനെയാണ് അതിന്റെ കാര്യം? ചെനയാണ്. ഇനി 10 ദിവസം സമയം. 10 ദിവസം സമയം പ്രസവിക്കാനായിട്ട്. വലിയ തൊഴിക്കൽ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം. ചെക്ക് ചെയ്ത് 4 കാമ്പ് അടിച്ചു നോക്കി 4 കാമ്പ് ഗ്യാരണ്ടിയും കൊടുക്കും. ശരി ശരി. ഇത് വന്നിട്ട് നമുക്ക് ജേഴ്സി പശു അല്ലേ? ഇത് ജേഴ്സിയാണ്. ഇതെന്താണ് അവസ്ഥ? ഇത് രണ്ടാം പേര്. ഇനി 10 ദിവസം സമയമുണ്ട്. ശരി ശരി. മടി ഇളക്കിയിട്ടേ ഉള്ളൂ. ഇനി 10 ദിവസം ഡെലിവറി സമയമുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഏകദേശം എത്ര രൂപയ്ക്ക് എടുക്കാം? ഇത് ഒരു 65 രൂപ കിട്ടിയാൽ കൊടുക്കാം. 65 രൂപയ്ക്ക് നമുക്ക് എടുക്കാം. പശുവിനനുസരിച്ച് വില, വലിപ്പത്തിനനുസരിച്ച്, വീടിനനുസരിച്ച്, മോഡലിനനുസരിച്ച്. ഇതാണ് ഇദ്ദേഹത്തിന്റെ വീട് കേട്ടോ. ഇതാണ് ഇദ്ദേഹത്തിന്റെ തൊഴുത്ത്. നടന്നോളെ, അങ്ങോട്ട് നടന്നോളൂ. ഇതൊക്കെ ഒരുപാട് പശുക്കൾ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെയാണ് കേട്ടോ. ഇതാ ഒരു കറുപ്പ് ജേഴ്സി HF ക്രോസ് ആണ്. ഇതെന്താണ്, എത്ര ലിറ്റർ പാല് കിട്ടും, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? ഇത് 25 ലിറ്റർ പാല് കറന്ന പശുവാണ്. 25 ലിറ്റർ കറന്ന. ഇത് 3-ാം പേരാണ്. ആരിനെ പൊട്ടന്മാരാക്കാൻ പറ്റില്ല എനിക്ക്. അതിന്റെ കൊമ്പ് തടം നോക്കി പടിഞ്ഞാക്കാർ വന്ന. ശരി ശരി ശരി. അപ്പൊ 2-ാം പേര് എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. ശരി ശരി ശരി. ഇത് 3-ാം പേര്. എന്നാൽ നല്ല പാല്, നല്ല ബാഡി വെച്ച് കുളം പാല് കിട്ടും. എത്ര ലിറ്റർ പാല് കിട്ടും? പാല് 25 ലിറ്റർ പാല് കണക്കാക്കാം. ശരി ശരി. നല്ല കാമ്പും മടിയും, നല്ല കാമ്പും മടിയും, നല്ല അടിപൊളി. മടി ഏകദേശം ആയിട്ട് എത്ര ദിവസം ഉണ്ടാവും പ്രസവിക്കാനായിട്ട്? ഇനി 10 ദിവസം പിടിക്കും. ഇനിയും മടിയുണ്ട്, വെളിയിൽ ഇറക്കാൻ പറ്റില്ല. ശരി ശരി. അതാണ് ഇതിന്റെ സീൻ. ശരി ശരി. അപ്പൊ ഇതൊരെണ്ണം എന്താണ്? ഇത് മറ്റേ സുനന്ദനി മോഡ പശുവാണ്. സുനന്ദനി ബ്രീഡാണ് അല്ലേ? ശരി ശരി ശരി. ഇതൊക്കെ നമുക്ക് എത്ര പാല് എങ്ങനെയാണ്? ഇതൊരു 18 ലിറ്റർ കിട്ടും. പാല് എന്നാൽ നല്ല കട്ടിയാണ്. 18 ലിറ്റർ പാല് കിട്ടും. മടി ഇനിയും വരാനേ ഉള്ളൂ അല്ലേ? നല്ല എരുമ കാമ്പ് പോലെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതൊരു 10 ദിവസം ഉണ്ടോ? 10 ദിവസം. ഇതാ സാർ ഇതിന്റെ എല്ലാം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. നല്ല ദിവസം മടി ഇനിയും വരാനുണ്ട്. മടി വരാനുണ്ട്. ഇതാണ് ഇദ്ദേഹത്തിന്റെ വീട് കേട്ടോ. അതാ. പിന്നെ കിടപ്പൊന്നുമില്ല. ഏത് വെയിലും മഴയും ഒക്കെ തരുടം ചെയ്യും. ശരി ശരി. പിന്നെന്താ ഇവിടെ HF ജേഴ്സി ക്രോസ് ബ്രീഡ്. ഇത് ഹൈബ്രിഡ് ആണ് അല്ലേ? ഓക്കെ. എന്താണ് ഇതിന്റെ കാര്യം, ഡീറ്റെയിൽസ്? കുറച്ച് വലിപ്പമുള്ള പശുവാണ്. ഇത് 2-3 ഈറ്റ് നിർത്താം. പ്രായത്തിലില്ല. 4 പല്ല് കടാരി. 4 പല്ലായിട്ടുള്ളൂ അല്ലേ? ഇതും പ്രസവിച്ച പശു 2 സൈമിൽ നിന്നതാണ്. ഒരേ വീട്ടിൽ നിന്നാണ്. ഒരേ വീട്ടിലെ ഒരേ ആളുടെയാണ്. ഓക്കെ ഓക്കെ. ശരി ശരി. അപ്പോ ഇതൊക്കെ നമുക്ക് ഏകദേശം എന്ത് വില വരും? ഇത് ഏകദേശം വിലയൊക്കെ പറഞ്ഞ് അവരുടെ പേടിപ്പെടുത്തി അവർ വരാണ്ടാവും. ഇത് അല്ല, പശു വെറുതെ എന്തെങ്കിലും ഒരു വില വിലയൊക്കെ പറയാ. തമിഴ്നാട് പോയ, ഈറോഡ് പോയ 1.60 കൂട്, 1.70 കൂട് എന്ന് പറയാം. അതൊന്നുമല്ല. ഒരു 1.10 കൈ കിട്ടിയാൽ കൊടുക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മള് 60-ന് കിട്ടും, 70-ന് കിട്ടും. അതൊന്നും പറഞ്ഞാണ്ട് അവരുടെ വന്നങ്ങാണ്ട് അവർ എന്റെ ഫോൺ നമ്പർ നോക്കി നിങ്ങൾ പറഞ്ഞതൊന്ന് ചെയ്തതൊന്നൊക്കെ പറയും. അത് എന്താണ് അവസ്ഥ? ഇതും അതേപോലെ തന്നെ 2-ാം പേര്. രണ്ടാമത്തെ പ്രസവത്തിലുള്ള പശുവാണ്. ഒറിജിനൽ ചിന്താമണി പശു അല്ലേ? എല്ലാത്തിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരും. ഇത് വെറും ബ്ലാക്ക് ആണ്. ശരി. അപ്പൊ ഇത് 10 ദിവസം സമയം. പാൽ എത്ര ലിറ്റർ കിട്ടും? ഇതും 25 ലിറ്റർ പാല് കിട്ടും ഒരു ദിവസം. 2 നേരം 2 ലിറ്റർ പാല് അല്ലേ? 15 to 10. ശരി ശരി. അപ്പൊ നല്ല മുട്ട പശുക്കൾ വേണമെന്ന് പറയുന്നവർക്കൊക്കെ അവിടെ വന്നു കഴിഞ്ഞാല് പശുക്കളുണ്ട്, ഒരുപാട് പശുക്കളുണ്ട് ഇദ്ദേഹത്തിന്റെ. എഴുതാ ഞാനിവിടെ എനിക്ക് പണിക്കാരൻ ഇല്ലാത്ത കാരണം 10 പശു കുറവടിയാണ് ഇപ്പോ.
അതും ഈ മഴ സീസൺ കാരണം. ഓക്കെ. ഇല്ലെങ്കിൽ പശു ഇവിടെ ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിലാണ് പശുവിനെയൊക്കെ കെട്ടണത് അല്ലേ? നിങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുന്നില്ല? എന്റെ ഫാം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് പശുവിനെ ഇറക്കും? ഇന്ത്യൻ പശുക്കൾ വരും, അത് ചിങ്ങ മാസം ഇറക്കുള്ളൂ. ഇപ്പൊ 10 എണ്ണം ഉണ്ടാവും എപ്പോഴും. ഇന്ന് കാലത്ത് നീലേശ്വരത്തിലേക്ക് 4 ബസ് കൊടുത്തു. അപ്പൊ ഇന്നിങ്ങനെ കച്ചവടങ്ങൾ ഉണ്ടാവും വന്ന് നോക്കി എടുക്കുമ്പോ അല്ലെ? വന്ന് നോക്കും നമുക്ക് എന്താ വേണ്ടത്, ഈ പശുവിന്റെ തീറ്റ എങ്ങനെ, എന്താ. പിന്നെ വേറൊരു കാര്യം, എവിടെയാണ് സ്ഥലം വരുന്നത് കറക്റ്റ് ആയിട്ട്? പാലക്കാട് എവിടെയാണ്? പാലക്കാട് പെരുവമ്പ് പാലത്തുള്ളിയിലാണ് അല്ലെ? പാലത്തുള്ളിയിലെ മേട്ടുതെരുവില് ശ്രീവാരി ഫാം. ദൊരസ്വാമി എന്ന് പറഞ്ഞാൽ അറിയും. ശ്രീവാരി ഫാം ദൊരസ്വാമി എന്ന് പറഞ്ഞാൽ അറിയും. ശരി. ഇവിടൊക്കെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഫാമുകളുള്ള കാരണം എടുക്കാൻ വരുമ്പോ ഈ വീടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വീട് ശ്രദ്ധിച്ച ഗേറ്റിലെ ഇൻസുലിൻ നോക്കപ്പോഴുള്ള ഇതാണ് 2 നമ്പർ ഉണ്ട്. എന്റെ ഈ ഭാര്യന്റെ ഫോണിലാണ് വാട്സപ്പ് ഒക്കെ ഉള്ളത്. ഞാനൊരു സാധാ ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് ആ ഫോണിനെ കുറിച്ച് ABCD അറിയില്ല. അപ്പൊ വരുമ്പോ വിളിച്ചിട്ട് വരും അല്ലെ? വിളിക്കുക. ഞാൻ എന്താ അവർക്ക് വേണ്ടത്, അവന്റെ താല്പര്യം, അവന്റെ ഇഷ്ടമാണല്ലോ. നമ്മ ആരിനെയും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അവര് പല വായ്പ വാങ്ങി സ്വർണ്ണ പണയം വെച്ച് ഇതിൽ ഉപജീവിതം കഴിയാനാണ് അവർ അപ്പൊ അവർ വരുന്ന ആളുകൾ വന്ന് നോക്കുക. അവർക്ക് മനസ്സിൽ പറ്റിയ ഒരു താല്പര്യം പറ്റിയ എനിക്കും അവർക്കും ഒരു മിതമായ വിലക്ക് ഞാൻ കൊടുക്കാൻ കടമപ്പെട്ടിട്ടുണ്ട്. ശരി. അപ്പൊ എപ്പോഴും പശു ഉണ്ടാവും? എപ്പോഴും പശു എല്ലാം ഉണ്ടാകും. വന്ന ആളിനെ കയർക്കാനോ ഇന്നിപ്പോ അവര് 10 മുതൽ 5 ചോദിച്ചാ അവരുടെ നെഞ്ഞത്ത് കയറാനൊന്നും നിൽക്കില്ല. അത് അവരുടെ ടേസ്റ്റ്, ഇത് എന്റെ ടേസ്റ്റ്. ഇല്ലെങ്കിൽ എന്റെ പശു ഇതിലേക്കും കുറച്ച് വേണമെന്ന് പറയുമ്പോ ഞാൻ കുടിയിലും പശു കാണിക്കും, എന്റെ സുഹൃത്തുക്കളുടെ പശുക്കളിലും കാണിച്ചു കൊടുക്കാം. അവർക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് എടുത്തു തരാം. ഇല്ലെങ്കിലോ നമ്മ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചും കാണി നമുക്ക് നല്ല രീതിക്ക് പിരിയാം. ഇതൊക്കെയാണ് എന്റെ